സന്ദീപ് നീ എഴുതി പ്ലീസ്, എനിക്കൊരല്പം മനസ്സമാധാനം എന്താ? ഇതിനപ്പുറം എനിക്കിനി ആരോടും ഒന്നും പറയാനില്ല. സന്തോഷായി, ഭയങ്കര സന്തോഷായി. ആ സമയത്ത് പുറത്തു പോകണ്ടായിരുന്നു. ഞാൻ ഇത്ര വർഷം കാത്തിരുന്ന കാര്യം സന്ദീപ് പറഞ്ഞത്. അതൊന്നും നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞില്ല. എന്നെങ്കിലും എന്നോട് ഇഷ്ടം തോന്നിയോ അതെന്റെ മുഖത്ത് നോക്കി പറയുമെന്ന് ഞാൻ കരുതിയത്. ഇത് പക്ഷെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു കളഞ്ഞല്ലോ. ആ അർച്ചന ഇത് കാത് നിറച്ച് കേട്ടല്ലോ, അത് മതി. ചേച്ചി എന്താ ഞാൻ പറയുന്നൊന്നും കേൾക്കുന്നില്ലേ? വേറെന്താ ആലോചന? അവൻ ഇത്ര പെട്ടെന്ന് നിന്നെ വേണമെന്ന് തോന്നാൻ എന്തായിരിക്കും കാരണം ആലോചിക്കായിരുന്നു. ഇത്രയും വർഷം പുറകെ നടന്നുകൊണ്ട് പാവം തോന്നിക്കാണും. അല്ലെങ്കിൽ കൈ മുറിച്ചപ്പോ അവന് തോന്നിക്കാണും മറ്റവളില്ലേ ആതിര, അവളെക്കാളും എനിക്ക് അവനെ ഇഷ്ടമെന്ന്. അതൊന്നുമല്ല, മറ്റെന്തോ വലിയ കാരണം ഇതിന് പിന്നിലുണ്ടാവും. ചേച്ചിയും പോയി സംസാരിച്ചെന്ന് പറഞ്ഞില്ലേ എനിക്ക് വേണ്ടി? അതെപ്പോഴത്തെ പോലെ ഞാൻ അവനോട് കുറച്ച് സെന്റി അടിച്ചെന്നേ ഉള്ളൂ. അത് പലപ്പോഴായി ഞാൻ അവനോട് പറയുന്നതല്ലേ. അതുപോലെ അല്ലല്ലോ ഇപ്പോ. ഞാൻ കൈ മുറിച്ചപ്പോ തന്നെ സന്ദീപിന് രണ്ട് മനസ്സായി. പിന്നെ ചേച്ചി കൂടി പറഞ്ഞപ്പോ ആതിര വേണോ അനഘ വേണോ എന്ന കൺഫ്യൂഷൻ മാറ്റി എന്നെ മതിയെന്ന് തീരുമാനിച്ചു കാണും. എങ്കിലും ചേച്ചിയുടെ സംശയം നിറഞ്ഞ മുഖം കാണുമ്പോ ശരിക്കും എനിക്ക് പേടിയാവുക. ഇനി നമ്മളെ ലോക്ക് ചെയ്യാൻ സന്ദീപിനെ കൊണ്ട് അർച്ചന പറയിച്ചതാവോ ചേച്ചി? ഏയ്, അതിൽ നിനക്ക് ഒരു ടെൻഷനും വേണ്ട. ഈ കാര്യത്തിൽ അർച്ചനയ്ക്ക് ഒരു റോളും ഇല്ല. നമ്മളെപ്പോലെ തന്നെ അതിശയത്തിലായിരിക്കും അർച്ചന. എന്തുദ്ദേശത്തോടെയാണ് അവൻ പറഞ്ഞതെങ്കിലും പറഞ്ഞത് നെല്ലിശ്ശേരി സേതുമാധവന്റെ മുഖത്ത് നോക്കിയ. ഇനി നിന്റെ വിവാഹം നടക്കാൻ നമ്മളൊന്നും ചെയ്യണ്ട, വെറുതെ നോക്കി നിന്നാ മാത്രം മതി. അതങ്ങ് നടന്നോളൂ. ഇനി അവൻ വാക്ക് മാറ്റി പറഞ്ഞാലും അത് സേതുമാധവൻ നോക്കിക്കോളും. സമ്മതം, സന്ദീപിന്റെ സമ്മതം, സേതുമാധവന്റെ വാക്ക്. ഇനി ഈ വിവാഹം നടക്കാൻ ഇതിനപ്പുറം എന്ത് വേണം? ഇതെല്ലാം ശരിയായി വന്നത് അന്ന് വിവാഹം മുടങ്ങിയപ്പോ നീ കരഞ്ഞ കരച്ചില് ഈശ്വരൻ കണ്ടതുകൊണ്ടാവും. തന്നിലേലും ഈശ്വരനിൽ നിന്ന് പിടിച്ചു വാങ്ങിയാണ് ഞാൻ എന്റെ സന്ദീപിനെ. അത് സന്ദീപിനോടുള്ള ഇഷ്ടത്തിനപ്പുറം അർച്ചനയോടോ ആതിരയോടോ ഉള്ള എന്റെ പക കൂടിയായിരുന്നു. ഈ വിവാഹത്തിന് സന്ദീപ് സമ്മതിച്ചു എന്ന് കേൾക്കുമ്പോ അവളൊന്ന് കിടുങ്ങും, പിന്നെ അങ്ങ് തകരും. അതാ എനിക്ക് കാണേണ്ടത്. ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിൽ അവള് തകരണം. അല്ലെങ്കിൽ മനം നൊന്തും ജീവിതം അടുത്തും ആതിര ആത്മഹത്യ ചെയ്യണം. അന്ന് കയ്യിലേക്ക് കത്തിവെച്ചപ്പോ ആതിരയുടെ മുഖമായിരുന്നു എന്റെ മനസ്സ് മുഴുവൻ. നീ ഇനി പകരം വീട്ടാനൊന്നും പോണ്ട. നിന്റെ സന്ദീപിന്റെ വിവാഹം, അതാ അർച്ചനയടക്കം എല്ലാവർക്കുള്ള തിരിച്ചടി. ചേച്ചി, ഇനി ഈ വിവാഹം ഒട്ടും വൈകിക്കരുത്. വൈകും തോറും മുടക്കാനുള്ള ആലോചനകളും കൂടും. ഇനിയെല്ലാം കൈ ഞൊടിക്കുന്ന സമയത്തിനുള്ളിൽ ഈ ചേച്ചി നടത്തും. അതിന്റെ ആദ്യപടി നാളെ രാവിലെ കബഡിപ്പലകയിൽ നിന്ന് തുടങ്ങും. ദോഷങ്ങൾ കാരണം നടക്കില്ലെന്ന് ആദ്യം വിധി എഴുതിയ അതേ കബഡിപ്പലകയിൽ നിന്ന്. സച്ചേട്ടാ, ഇനിയിപ്പോ ദേഷ്യപ്പെട്ടിട്ടോ അവനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ ഞാൻ അവനെ അഭിനന്ദിക്കണം? കേട്ടില്ല താൻ? ആതിര വേണമെങ്കിൽ അവൻ ഡിവോഴ്സ് ചെയ്യാന്ന്. ഇങ്ങനെയൊക്കെ പറയുന്ന അവനോട് ഞാൻ സ്നേഹത്തിൽ സംസാരിക്കണോ, വാത്സല്യത്തോടെ പെരുമാറണോ? ആദ്യം ഞാൻ പറയുന്ന സച്ചേട്ടൻ ഒന്ന് കേക്ക്. ഇത്രയും നാൾ ഇന്ന് രാവിലെ വരെ സന്ദീപ് ഇങ്ങനെ ആയിരുന്നോ? ഞാൻ കണ്ടിട്ടും അറിഞ്ഞിട്ടും മാസങ്ങളെ ആയിട്ടുള്ളൂ. സച്ചേട്ടൻ കുഞ്ഞിലെ മുതലേ അവനെ കാണുന്നതല്ലേ. അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും സന്ദീപിനെ ഈ അവസ്ഥയിൽ സച്ചേട്ടൻ കണ്ടിട്ടുണ്ടോ?
ഉണ്ടാവില്ല. എനിക്കറിയാതെ. അർച്ചന, അവൻ പറഞ്ഞു കേട്ടില്ലേ, അനഘയുടെ ജീവൻ വെച്ചൊരു പരീക്ഷണം നടത്താൻ അവന് വയ്യെന്ന്. അനഘ അങ്ങനെ ഒരു അബദ്ധം കാണിച്ചത് ഇവന്റെ ആതിരയുടെയും വിവാഹം കഴിഞ്ഞ കാര്യം അവൾ അറിയാത്തതുകൊണ്ടാ. അതറിയുമ്പോ അവൾ വീണ്ടും ചിലപ്പോ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നിരിക്കും എന്ന് കരുതി അത് പേടിച്ചിട്ട് ബാക്കി നടന്ന കാര്യങ്ങൾ മുഴുവൻ മറന്നൊരു തീരുമാനം എടുക്കുകയാണോ ഇവൻ ചെയ്യേണ്ടത്? അച്ഛനോടെല്ലാം ഏറ്റുപറഞ്ഞ് അതിനൊരു സൊല്യൂഷനല്ലേ കാണേണ്ടത്? ചിലപ്പോ അതിന് പറ്റുന്നൊരു സാഹചര്യത്തിലല്ല അവനുള്ളതെങ്കിലോ? ഇന്ന് രാവിലെ നിന്ന നിൽപ്പിൽ അവന്റെ മനസ്സ് മാറിയെങ്കിൽ അത് അവന്റെ മാത്രം ആലോചനയിൽ വന്ന ഒന്നല്ല. എനിക്ക് ഉറപ്പുണ്ട്, സന്ദീപ് ഒറ്റയ്ക്ക് വേഗം എല്ലാം മറന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കില്ല. ആ അജയൻ സന്ദീപിനെ കെട്ടിയിട്ട് തല്ലിയപ്പോ പോലും, മരിക്കുന്ന അവസ്ഥയിൽ പോലും ആതിരെ ഇഷ്ടമില്ലെന്നൊരു വാക്ക് അവന്റെ നാവീന്ന് വന്നിട്ടില്ല. ഇന്ന് അവൻ നമ്മളോട് ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ അതിന് രണ്ടാമതൊരു ആലോചനയുടെ ആവശ്യമില്ല. അവനെ ആരും ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുണ്ട്. അത് പക്ഷേ അനഘയുടെ കാര്യം മാത്രം പറഞ്ഞായിരിക്കില്ല. ഈ വീട്ടിലെ ഓരോരുത്തരുടെയും ജീവൻ വെച്ചുള്ള ചെറുതല്ലാത്തൊരു ബ്ലാക്ക്മെയിൽ. അവൻ ആരോടും ഒന്നും പറയാത്തതാ. എന്നോടിതേപ്പറ്റി അവൻ രാവിലെ പറഞ്ഞിരുന്നു. അവനാരോ വിളിച്ചിരുന്നെന്നും ഭീഷണിപ്പെടുത്തിയെന്നും. പക്ഷേ ഞാനത് ഇവനാരോ പറ്റിക്കുകയും ചെയ്തതാണെന്ന് കരുതി നിസ്സാരമാക്കി എടുത്തു. പക്ഷേ അതത്ര നിസ്സാരമാക്കി എഴുതി തള്ളാൻ പറ്റിയൊരു കോളല്ല സച്ചേട്ടാ. എങ്കിലതവൻ എന്നോട് പറയണ്ടേ? അതിന് പരിഹാരം ഞാൻ കാണില്ലേ? ഞാൻ ചോദിക്കട്ടെ, എന്താ സംഭവം? അയ്യോ, അതൊന്നും വേണ്ട. ചോദിച്ചാ അവനത് പറയാനും പോകുന്നില്ല. അവൻ അത്രയ്ക്ക് ഭയപ്പെടുന്നുണ്ട്. എനിക്കിപ്പോഴും ഇതൊക്കെ വിശ്വസിക്കാൻ പാടാണ്. ഈ നാട്ടിൽ എന്താ പോലീസൊന്നുമില്ലേ? അതും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ പേടിക്കാൻ മാത്രം എന്താ? അവനത് തന്നോട് വെറുതെ പറഞ്ഞതാവും. അനഘയുടെ ആത്മഹത്യാ ശ്രമവും അതുമൂലം ഉണ്ടായ പ്രശ്നവും കാരണം അവൻ ശരിക്കും പേടിച്ചിട്ടുണ്ട്. പണ്ടേ എന്തെങ്കിലും ചെറിയ കാര്യം മതി അവന് വിറയിൽ വരാൻ. അതാണ് നമ്മുടെ പ്രശ്നവും അവരുടെ വിജയവും. വിളിക്കുന്നവർക്കും ഭയപ്പെടുത്തുന്നവർക്കും അറിയാം ഇത് സന്ദീപ് വഴി ചെയ്താലേ അവരുടെ ആവശ്യം നടക്കൂന്ന്. ഈ വീട്ടിൽ വേറെ ആരെ വിളിച്ചാലും ആരും ഗൗരവത്തിലെടുക്കാത്തൊരു വിഷയം സന്ദീപിലൂടെ ഗൗരവമാക്കി അവനെ ഭയപ്പെടുത്തി നിസ്സാരമായി അവര് സാധിച്ചെടുക്കും. ഇതുവരെയുള്ള അവരുടെ കണക്കുകൂട്ടല് എല്ലാം ശരിയായി വന്ന സ്ഥിതിക്ക് കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അങ്ങനെ താൻ പറയുന്ന പോലാണെങ്കിൽ ആരായിരിക്കും? കൃത്യമായ തെളിവൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഉറപ്പിക്കാനാവില്ല. എങ്കിലും ഒന്നു മാത്രം അറിയാം, ഈ വീടിനെ കുറിച്ചും ഇവിടെ ഉള്ളവരെ കുറിച്ചും വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കും ഇതിന് പിന്നിൽ. നിന്റെ ഈ സന്തോഷത്തിനു വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല പെണ്ണെ. പൊട്ടത്തരാണെങ്കിലും നീ നിന്റെ കയ്യിൽ കത്തിവെച്ചതാ ഇത് ഇത്രത്തോളം കൊണ്ടെത്തിച്ചത്. ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും സിമ്പിളായി നടക്കുന്നൊരു കാര്യത്തിന് നമ്മൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടിയേ? എന്തിനാ അതൊക്കെ ഓർക്കുന്നേ? അതെല്ലാം മറന്നിട്ട് നീ നിന്റെ വിവാഹത്തെക്കുറിച്ച് സ്വപ്നം കാണും. ആഹാ, ഇതാരാ? അർച്ചനായിട്ടെത്തിയോ? വാ വാ. അർച്ചന എന്താ ഇവിടെ? പുതിയ വല്ല വെല്ലുവിളിയായിട്ട് ഇറങ്ങിയതാണോ? ഏയ്, വെല്ലുവിളിക്കാൻ ഇപ്പൊ കയ്യിലൊന്നും ഇല്ലല്ലോ. ഇതെങ്ങനെ മുടക്കണമെന്ന് ചിന്തിച്ചിട്ടും കാര്യമില്ല. കൈയും തലയെല്ലാം കാലിയായ അവസ്ഥയായതുകൊണ്ട് അവസാനത്തെ അടവെന്ന് പരീക്ഷിക്കാൻ ഇറങ്ങിയതാവും അല്ലേ ഏട്ടത്തി? അല്ല, ഞാനിപ്പോ വന്നത് നിങ്ങൾ പറഞ്ഞ ഒരു കാര്യത്തിനുമല്ല. എന്റെ ഏട്ടത്തിയോട് ഒരു കാര്യം പറയണം. എനിക്ക് പറയാനുള്ളത് ഞാൻ മുഖത്ത് നോക്കി തന്നെ പറയുകയും ചെയ്യും. അല്ലാതെ ഭയന്ന് മറ്റൊരാളെ കൊണ്ട് പറയിപ്പിക്കില്ല. വെല്ലുവിളിക്കുമ്പോൾ അത് നേർക്ക് നേർ നിന്ന് പോരാടാനായിരിക്കണം. മുന്നിൽ നിന്ന് പോരാടുകയും വേണം. ശിഖണ്ഡിയെ പോലെ മുന്നിൽ ഒരാളെ നിർത്തിയിട്ടല്ല വിജയം നേടേണ്ടത്. നിർത്ത്. ബാക്കി പറയുന്നതിന് മുമ്പ് എന്താണ് പറയുന്നതെന്നും ആരെക്കുറിച്ചാണ് പറയുന്നതെന്നും അറിഞ്ഞാൽ കൊള്ളായിരുന്നു. ഇപ്പൊ അർച്ചന പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അർച്ചനയും ശിഖണ്ഡിയും തമ്മിൽ എന്തോ പ്രശ്നം ഉണ്ടായതുപോലെ. ശരിക്കും എന്താ സംഭവം?
ഈ മഹാഭാരത കഥയൊക്കെ വിട്ട് നേരെ മാറ്ററിലേക്ക് വാർച്ചന. എങ്കിൽ ഞാൻ മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയാം. സന്ദീപിനെ കൊണ്ട് അനക്കെ വിവാഹം കഴിപ്പിക്കുമെന്ന് നിങ്ങൾ എന്നെ വെല്ലുവിളിച്ചു. നടക്കില്ല എന്ന് ഞാനും. നേരായ വഴിയിൽ നിങ്ങൾക്കൊന്നും ചെയ്യാനാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ സന്ദീപിനെ ഭീഷണിപ്പെടുത്തിയും ഭയപ്പെടുത്തിയും കാര്യം സാധിച്ചെടുത്തത് വല്ലാത്ത തരം താഴ്ന്ന കളിയായിപ്പോയി. എന്നെ ജയിക്കാനാണെങ്കിലും ഇത്ര താഴേക്ക് നിങ്ങൾ പോകുന്നു കരുതിയില്ല. ഹലോ മാഡം, എന്തായി പറഞ്ഞു വരുന്നേ? ഞാൻ അവനെ ഭീഷണിപ്പെടുത്തിയോണ്ടാണ് അവൻ ഇപ്പൊ ഈ വിവാഹത്തിന് സമ്മതിച്ചെന്നോ? എന്താ അങ്ങനെയല്ലേ? അല്ല, സന്ദീപ് ഈ വിവാഹത്തിന് സമ്മതം അറിയിച്ചത് കേട്ട് ഞെട്ടി നിൽക്കുക ഞങ്ങളിവിടെ. ഇവൾ ആത്മഹത്യക്ക് ശ്രമിച്ചതുകൊണ്ടാ അവൻ സമ്മതിച്ചെന്നാ ഞാൻ കരുതിയത്. അതിനിടയ്ക്ക് ഭീഷണിപ്പെടുത്താനൊന്നും ഞാൻ പോയില്ല. അർച്ചന, ചെയ്തതും ചെയ്യിച്ചതും തന്നെ ഒരുപാട് എന്റെ തലയിലുണ്ട്. ഇനി ചെയ്യാത്തതും കൂടെ തലയിൽ കൊണ്ട് വെക്കല്ലേ പ്ലീസ്. ബാക്കി എന്റെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചറിയുന്ന അർച്ചന ഈ ഒരു കാര്യത്തിൽ എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ സന്ദീപിനെ ഒരു തരത്തിലും ഭയപ്പെടുത്തോ ഭീഷണിപ്പെടുത്തോ ഒന്നും ചെയ്തിട്ടില്ല. അർച്ചനയോട് അവന്തിക ഇത്രയും നാളും പറഞ്ഞ വളരെ കുറച്ച് സത്യങ്ങളിൽ ഒന്നാണിത്. നിങ്ങൾ പറയുന്ന ഈ പച്ചക്കള്ളം അപ്പാടെ വിഴുങ്ങുന്നവളല്ല ഞാൻ. എനിക്കറിയാം നിങ്ങളാണ് എല്ലാത്തിനും പിന്നിലെന്ന്. എങ്കിൽ നീ തെളിയിക്കണം. ഞാനൊരു കാര്യം ചെയ്തെങ്കിൽ അത് നിന്റെ നേർക്ക് നേർ നിന്നതേ ഇതുപോലെ പറയൂ അവന്തിക. അർച്ചനയെ ഒരു തരത്തിലും ഞാൻ ഭയപ്പെടുന്നുമില്ല. പക്ഷേ ഇത് ഞാൻ ചെയ്തിട്ടില്ല. അർച്ചനയാണേ സത്യം. നിങ്ങളുടെ അഭിനയമൊക്കെ കൊള്ളാം. അതൊക്കെ ഈ വീട്ടിലെ പാവങ്ങളുടെ അടുത്ത് മതി. എനിക്ക് ഉറപ്പാ സന്ദീപ് ഈ വിവാഹത്തിന് സമ്മതിച്ചതിന് പിന്നിൽ നിങ്ങളുടെ ഭീഷണിയാണെന്ന്. അല്ലാതെ ഒരിക്കലും അവൻ തീരുമാനം മാറ്റില്ല. അപ്പൊ അർച്ചനയ്ക്ക് ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ല? ഇല്ല, വിശ്വാസം ആയില്ല എന്ന് മാത്രമല്ല, ഇതിന്റെയൊക്കെ പിന്നിൽ നിങ്ങളാണെന്ന് ഞാൻ തെളിയിക്കുകയും ചെയ്യും. കാത്തിരുന്നോ, ഉടനെ ഉണ്ട് ആ ദിവസം. അതെന്ത് പോക്ക അർച്ചന? ഞാൻ എന്തോ ചെയ്തു നീ സംശയിക്കുന്നു. അത് ഞാൻ ചെയ്തിട്ടില്ലെന്ന് നിനക്ക് വിശ്വാസം വരണ്ടേ? ഇനി അതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ എന്തിനാ കാത്തിരിക്കുന്നെ? ഇപ്പൊ തന്നെ നിനക്ക് ബോധ്യപ്പെടുത്തി തരാം. അനഘേ, നീ ഇവിടെ നിൽക്കേ. ഞാനേ അർച്ചനയുടെ സംശയം ഒന്ന് തീർത്തു കൊടുത്തിട്ട് വേഗം വരാം. ശരി ചേച്ചി. അർച്ചന വാ. എങ്ങോട്ട്? അതൊക്കെ പറയാം. അർച്ചന വാ, വാടി ഇങ്ങോട്ട്. സന്ദീപേ, സന്ദീപേ, എടാ, നിന്റെ ഈ ഏട്ടത്തിക്ക് ചില സംശയങ്ങളുണ്ട്. ആ സംശയത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞിട്ട് അർച്ചന വിശ്വസിക്കുന്നില്ല. അതാ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ. ഞാൻ ചോദിക്കുന്നതിന് നീ വ്യക്തമായിട്ട് ഉത്തരം പറയണം. പറയുന്നത് സത്യമായിരിക്കണം. എന്താ എടുത്തി? ആ, നീയും കൂടെ കേൾക്കേണ്ട കാര്യ. അർച്ചനയ്ക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഒരു സംശയം ഉണ്ടെങ്കിൽ അതിന്റെ ക്ലാരിഫിക്കേഷൻ ഭർത്താവും കൂടി അറിഞ്ഞിരിക്കുന്നത് നല്ലതാ. എന്താ അർച്ചന? അത് സച്ചേട്ടാ, ഞാൻ പറയാം. ഈ സന്ദീപ് അനഘയെ വിവാഹം കഴിക്കാന്ന് സമ്മതിച്ചത് ഞാൻ ഇവനെ എന്തോ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണെന്നാ നിന്റെ ഈ ഭാര്യ പറയുന്നത്. എന്റെ മേൽ അങ്ങനെ ഒരു ആരോപണം വരുമ്പോ എന്റെ നിരപരാധിത്വം എനിക്ക് തെളിയിച്ചല്ലേ പറ്റൂ. ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ അർച്ചനയ്ക്ക് വിശ്വാസമില്ലാത്ത സ്ഥിതിക്ക് ഇനി ഇവൻ തന്നെ പറയട്ടെ. സന്ദീപേ, പറയേ, അനഘയെ നീ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് നിന്നെ ഏതെങ്കിലും തരത്തില് ഞാൻ ഭീഷണിപ്പെടുത്തോ സ്വാധീനിക്കാൻ ശ്രമിക്കുകയോ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോ നിന്റെ ഈ ഏട്ടന്റെ ഏട്ടത്തിയുടെ മുന്നിൽ വെച്ച് നീ അത് പറയണം. ഞാൻ നിന്റെ മുന്നിൽ വന്നിരുന്നു അനഘയുടെ ഇഷ്ടത്തെക്കുറിച്ച് പറയാൻ. അത് പലതവണ പറഞ്ഞിട്ടുള്ളതാ. അതിലെപ്പോഴെങ്കിലും ഞാനൊരു ഭീഷണിയുടെ സ്വരം ഉപയോഗിച്ചതായി നിനക്ക് തോന്നിയോ? അതുകൊണ്ടാണോ ഈ വിവാഹത്തിന് നീ സമ്മതിച്ചത്? സന്ദീപേ, എന്തായാലും ഏട്ടത്തിയും കൂടി ചോദിക്കാൻ വന്നതല്ലേ. നിനക്ക് പറയാനുള്ളത് എന്തായാലും പറയാം. നിന്നെ ആരും ഒന്നും ചെയ്യേയില്ല, ഒന്നും പറയേയില്ല. നീ പറയേ, നിന്നെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാണോ ഈ വിവാഹത്തിന് സമ്മതിപ്പിച്ചത്? അല്ല, നെല്ലിശ്ശേരി വീട്ടില് ഒരു മരണം ഉറപ്പാ. ഞാനും നീയും അല്ലാതെ മൂന്നാമതൊരാളിത് അറിയുമ്പോഴും
നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ നടക്കും. എന്നെ ആരും ഒരു തരത്തിലും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് തീരുമാനിച്ചതാ അനഘയെ വിവാഹം കഴിക്കാന്ന്. ഞാൻ നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാം. ദയവ് ചെയ്ത് എന്റെ പേരും പറഞ്ഞ് നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവരുത്. ഇനി ആരും ഇതും പറഞ്ഞ് എന്റെ മുന്നിലേക്ക് വരരുത്. കേട്ടല്ലോ, ഇപ്പോഴെങ്കിലും അർച്ചനയ്ക്ക് ബോധ്യമായോ എനിക്കിതിലൊരു പങ്കുമില്ലെന്ന്? അർച്ചന എന്നെ തെറ്റിദ്ധരിക്കുന്നുണ്ട് പല കാര്യങ്ങളിലും. ആ തെറ്റിദ്ധാരണ ഇന്നോടെ മാറ്റണം. അതിനുവേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്. അർച്ചനെ പോലൊരു ചേച്ചി തന്നെയാ ഞാനും. അനിയത്തിക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ചേച്ചി എന്ന് കരുതി സന്ദീപിനെ ഭീഷണിപ്പെടുത്തി എന്റെ അനിയത്തിക്ക് നേടിക്കൊടുക്കണമെന്ന് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. അർച്ചന അങ്ങനെ ചെയ്യോ? അനഘ ഇവനെ ഇഷ്ടമാണെന്ന് കരഞ്ഞു പറഞ്ഞപ്പോഴാ ഞാൻ ഈ വിവാഹാലോചനയെ കുറിച്ച് ചിന്തിച്ചത്. പെണ്ണിനും പയ്യനും അവരുടെ വീട്ടുകാർക്കും ഒക്കെ ഈ വിവാഹത്തിന് സമ്മതം. ഞാൻ നോക്കിയിട്ട് അർച്ചനയ്ക്കാണ് ഇത് അംഗീകരിക്കാൻ പറ്റാത്തത്. അതിന്റെ കാരണം എനിക്കറിയാം. എനിക്ക് മാത്രമല്ല, സച്ചിക്കും സന്ദീപിനും ഒക്കെ അറിയാം. വിവാഹത്തിന് മുമ്പ് അങ്ങനെ പല ബന്ധങ്ങളും ഉണ്ടാവും. അതൊക്കെ വിവാഹത്തിലേക്ക് എത്തിക്കണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുമ്പോ പലതും പല കാരണങ്ങൾ കൊണ്ടും ചിലപ്പോ സ്നേഹിച്ചവരെ ഒഴിവാക്കേണ്ടി വരും. അതേ ഇവിടെ സന്ദീപം ചെയ്തുള്ളൂ. നിർഭാഗ്യവശാൽ ഇവിടെ ഏത് അർച്ചനയുടെ അനിയത്തി ആതിരയായി പോയി. ആതിരയെ വേണ്ട അനഘ മതിയെന്ന് സന്ദീപ് പറയുമ്പോ തന്നെ മനസ്സിലാക്കാവുന്നതല്ലേ ആതിരയോട് സന്ദീപിനുള്ള ഇഷ്ടം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന്. ഇനിയും ഇമാതിരി പരിപാടി സംശയം കൊണ്ട് മേലാൽ അർച്ചന എന്റെ അടുത്തേക്ക് വരരുത്. അനഘയെ ഒന്നും പറഞ്ഞു വേദനിപ്പിക്കുകയും ചെയ്യരുത്. ഇപ്പൊ ഞാൻ ചെയ്തത് അച്ഛന്റെ മുമ്പിൽ വെച്ച് ചെയ്യേണ്ടതായിരുന്നു. പിന്നെ അത് വേണ്ടാന്ന് വെച്ചത് അദ്ദേഹം നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നു എന്നുള്ളോണ്ടാ. അതിനി ഞാൻ കാരണം പോണ്ടാന്ന് കരുതി. ഒരു വിവാഹം നടക്കാൻ പോകുന്ന വീടായത്. അതിനിടെ തമ്മിലടി ഉണ്ടാക്കി ഈ കുടുംബത്തെ പിരിക്കരുത്. സച്ചി, ഞാൻ പറഞ്ഞ ചിലപ്പോൾ അർച്ചനയ്ക്ക് മനസ്സിലായിന്ന് വരില്ല. നീ തന്നെ സമയം പോലെ എല്ലാം ഭാര്യ പറഞ്ഞെന്ന് മനസ്സിലാക്കണം. നിന്റെ വിവാഹത്തിന് മുമ്പ് വരെ നമ്മളിവിടെ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക. അർച്ചന, ഞാൻ തന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ ഏട്ടത്തിയോട് ഈ രീതിയിലൊന്നും സംസാരിക്കരുതെന്ന്. ഇതിപ്പോ എനിക്കും കൂടെ നാണക്കേടായില്ലേ? തന്റെ സംശയങ്ങൾ എന്റെയും കൂടെ സംശയം എന്നല്ലേ ഏട്ടത്തി വിചാരിച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, തന്റെ ഈ രീതികൾ മാറ്റണം. വാക്കിനും തീരുമാനത്തിനും ഉറപ്പില്ലാത്ത ഈ നിൽക്കുന്നവന്റെ വാലും പിടിച്ചുള്ള തന്റെ സംശയങ്ങൾക്കുള്ള ഉത്തരം ഇപ്പൊ ഇവന്റെ നാവിൽ തന്നെ കിട്ടിയില്ലേ? ഇനി ഇവന്റെ പേരും പറഞ്ഞ് തന്നോടൊരു വഴക്കിന് താല്പര്യമില്ലാത്തതുകൊണ്ടാ ഞാനിപ്പോ കൂടുതലൊന്നും പറയാത്തത്. ഇനി എന്റെ അനിയന്റെ പേരും പറഞ്ഞ് എന്റെ ഭാര്യ നാണം കെട്ട് നിൽക്കുന്ന അവസ്ഥ വരരുത്. വന്നാ ഇങ്ങനെയായിരിക്കില്ല എന്റെ സംസാരവും പ്രവൃത്തിയും. സന്ദീപേ, നിന്റെ ഏത് കാര്യത്തിനും കൂടി നിന്നിട്ടുള്ളവളാ നിന്റെ ഈ ഏട്ടത്തി. പക്ഷെ ഇപ്പൊ നീ അവന്തികേടത്തിയുടെ മുന്നിൽ വെച്ച് എന്നെ തള്ളി പറഞ്ഞില്ലേ? തൃപ്തിയായി, മനസ്സ് നിറഞ്ഞു. പിന്നെ നിന്റെ അറിവിലേക്കായി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇതുകൊണ്ടൊന്നും അർച്ചന മിണ്ടാതിരിക്കാൻ പോകുന്നില്ല. നീ മനസ്സിൽ ഒളിപ്പിക്കുന്നതും എന്റെ സംശയങ്ങളും ഒന്നാണെന്ന് ഞാൻ തെളിയിക്കും.
അത് കഴിഞ്ഞിട്ട് നോക്കാം. സച്ചേട്ടൻ പറഞ്ഞ എന്റെ രീതികൾ മാറ്റുന്ന കാര്യം. സച്ചേട്ടൻ എന്നോട് ദേഷ്യാണോ? ഇവിടെ ദേഷ്യത്തിന്റെ കാര്യമല്ല അർച്ചന. ഞാനൊരു കാര്യം പറഞ്ഞിട്ട് താനിത് മുഖവിലയ്ക്ക് പോലും എടുത്തില്ലെന്നുള്ളതാ എന്റെ വിഷമം. ഞാൻ തന്നോട് പറഞ്ഞിട്ടുള്ളതല്ലേ സംശയങ്ങൾ വെച്ച് ആരെയും വിലയിരുത്തരുതെന്ന്. ഏട്ടത്തിന് അതിപ്പോ വലിയ പ്രശ്നം ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്താവുമായിരുന്നു? തന്നെ ഞാൻ കുറ്റം പറയല്ല. ഈ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ പോകണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അത് താനായിട്ട് നശിപ്പിക്കുന്നു ഒരാൾ പറയുമ്പോ ഞാൻ എങ്ങനെ കേട്ടു നിൽക്കുക? അപ്പോ ആരെ കൊണ്ടും അങ്ങനെ പറയിപ്പിക്കാതിരിക്കാൻ താൻ ശ്രദ്ധിച്ചാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല എനിക്ക്. ആ, അതൊക്കെ പോട്ടെ. ഇപ്പൊ തന്നെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സന്ദീപിന്റെ കാര്യം. തന്നെ മാത്രമല്ല, എന്നെയും. എന്ത് കാരണം കൊണ്ടായാലും സന്ദീപ് അനഘയെ മതിയെന്ന് പറഞ്ഞാലും എല്ലാം അറിയുന്ന നമുക്ക് അത് കണ്ടു നിൽക്കാനാവോ?